എടി പാവേ, നാറുന്നു. ദാമോട്ടനോട് ഞാൻ എന്നും പറയാറുണ്ട് ഇങ്ങനൊന്നും കുടിക്കരുതെന്ന്. അതിന്റെ രസം നിനക്ക് അറിഞ്ഞുകൂടാന്ന്. എനിക്കൊന്നും അറിയണ്ട. അതേ ഒരു രസമാണ്. ഈ ഒരു രസമല്ലാതെ ജഗടോട്ടൊക്കെ ഉള്ളവർക്ക് വേറെ എന്തോ രസമാ. ആരാടാ? ആരാടാ? ഞാനാ കേശു. അല്ല, കേശുവായിരുന്നു. ഇങ്ങനെ അടുത്തതാ. വേണ്ട, എനിക്ക് അല്പം ധൃതിയുണ്ട്. അപ്പൊ നാളെ കാണാം. അല്ല, നാളെ ഇല്ലത്തോളം വരെ തിരുമേനി പറഞ്ഞു. എന്താടാ നിന്റെ തിരുമേനിക്ക് പെട്ടെന്ന് എന്നോടൊരു പ്രേമം? അത് ഞാൻ എങ്ങനെ അറിയാ? കാണണമെന്ന് പറഞ്ഞു. ശരി, കണ്ടുകളയാ. ഞാൻ പോട്ടെ. തിരുമേനി പറഞ്ഞു, ഞാനല്ല. മാറൂ, എന്തിനാ ആ നമ്പൂരിശനെ കാണണമെന്ന് പറഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? എന്നാ എനിക്കറിയാം. അവനല്ലയോ ആ കൃഷ്ണൻ നായർ? അവനാ നമ്പൂരിശനെ കൂട്ടുപിടിച്ചിരിക്കുക എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ. എനിക്കതൊന്ന് കാണണം. ഓ വന്നേ, ഉണ്ണ. എനിക്ക് വേണ്ടെന്ന്. ഉണ്ണ. എത്രയുണ്ട്? 500. സാമം ദാനം ഭേദം ദണ്ണം. ശാസ്ത്രീയമായിട്ട് എന്നെ തുടങ്ങിക്കളയാം. ഇണക്കം പിണക്കം വേണ്ടി വന്നാൽ കൈക്രിയ. അവനെ കാണുന്നില്ലല്ലോ. എനിക്ക് തിരുമേനിയോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ കൃഷ്ണ? ഞാൻ ഇലക്ഷന് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് തിരുമേനിയുടെ എല്ലാ സഹായ സഹകരണങ്ങളും വേണം. ആലോചിക്കാം. വോട്ടിനിപ്പോ വില കൂടി വരികയല്ലേ? വരുന്നുണ്ട്. കൃഷ്ണൻ നാം എടുത്ത് ഉരിയാടണ്ട. മിണ്ടിപ്പോയാൽ വിദ്യത്തെ പറയൂ. പറയാൻ നോക്കും, പറഞ്ഞോളാം. വരിക. എന്തുള്ള വിശേഷം? ദാമുവിനെ ഇരിക്കണമെന്നുണ്ടോ? ഇവിടെ 2 കസാലേ ഉള്ളൂ. വേണമെന്ന് വെച്ചാൽ അകത്തു നിന്ന് പുറത്തെടുത്ത് തെളിയിക്കാം. നിങ്ങളുടെ കസേരയെ കയറി ഇരുന്നതുകൊണ്ട് എനിക്ക് സ്വർഗമൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. തിരുമേനിയോട് ആരും അങ്ങനെ പറയാറില്ല. കൃഷ്ണൻ പറഞ്ഞോളൂ. എനിക്ക് എന്റെ ഭൂമി തിരിച്ചു കിട്ടണം. അത്രേ വേണ്ടൂ. തന്റെ ഭൂമിയോ? പിന്നല്ലാതെ. ഭൂമി ദാമുവിന്റെ ആണെന്ന് പറയാൻ രേഖ വല്ലതും ഉണ്ടോ? എന്റെ അച്ഛനും അമ്മയും അവിടെ താമസിച്ചിരുന്നു. ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞും അവിടെ താമസിക്കുന്നു. അത് തന്നെ രേഖ. ആ രേഖയുമായി നീ അങ്ങ് കോടതിയിൽ വന്നേക്കും. കോടതിയിലെങ്കിലും പോണ്ട. ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ദാമു ഒരു സംഖ്യ പറയുക, കൃഷ്ണൻ അതങ്ങോട്ട് കൊടുക്കുക, ഭൂമി ഒഴിഞ്ഞങ്ങോട്ട് കൊടുക്കുക. നടപ്പില്ല. മുഴുവൻ പറഞ്ഞത് കേൾക്കൂ. ദാമു സംഖ്യ വായിക്കൊണ്ട് കൃഷ്ണന് ഭൂമി ഒഴിഞ്ഞങ്ങോട്ട് കൊടുക്കണം. ആ പണം എനിക്ക് തരിക. ഞാനൊരു സ്വത്ത് എഴുതി ദാമുവിന് തരിക. എങ്ങനെ? തിരുമേനിക്ക് വേണ്ടാത്ത കുറെ ഭൂമി ഉണ്ടെങ്കിൽ അത് ഭൂദാനക്കാർക്ക് കൊടുത്തേക്കണം. അപ്പൊ പണവും വേണ്ട, സ്ഥലവും വേണ്ട, പിന്നെന്താ വേണ്ടിയേ? അവന് വേണ്ടത് വേറെയാ. അതെന്താടോ? സമാധാനമായിട്ട് കാര്യങ്ങൾ പറയാമല്ലോ. എനിക്ക് നേരെ വല്ല വേറെ പണിയുണ്ട്. കള്ള് ഷാപ്പിലായിരിക്കും. അതിന് എന്റെ അച്ഛന്റെ ചീട്ട് വേണം. നമസ്കാരം. വരണം. ഇരിക്കൂ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടോ? അതൊന്നും പറയണ്ട. അതിന്റെ മുഴുവൻ ചുമതലയും ഞങ്ങളുടേതാണ്. ഞങ്ങൾക്ക് 2 ഇന പരിപാടിയാണുള്ളത്. അതെന്താ? മുതലാളി ജയിക്കണം, മുളങ്കാരനും പാർട്ടിയും തോൽക്കണം. കൃഷ്ണൻ നായർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോ മറ്റോ നിന്നിരുന്നെങ്കിൽ ഈ മുളങ്കാടിന്റെയും മറ്റും അഡ്രസ് കാണില്ലായിരുന്നു. ഇപ്പോഴല്ലേ തോന്നിയുള്ളൂ. ഓരോന്നിനും ഓരോ സമയമില്ലേ വേലപ്പ. പിന്നെ കൃഷ്ണ, ആളുകള് നിറയെ കൂടിയിട്ടുണ്ടല്ലോ. അടിയന്തരം വല്ലതുണ്ടോ? ഒന്നുമില്ല അമ്മേ. അടിയന്തരം വേണം. എത്ര അടിയന്തരങ്ങൾ നടന്ന തറവാടാണടാ. ഒക്കെ മുടിഞ്ഞില്ലേ? നിന്റെ അച്ഛൻ ആ തലമുറിയനാ ഒക്കെ നശിപ്പിച്ചത്. അമ്മ അകത്തേക്ക് പോകൂ. നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നത് നന്നായി. നിങ്ങളൊക്കെ കൂടി ഭംഗിയായി ഇവിടെ ഒരു അടിയന്തരം നടത്തണം. വരൂ അമ്മേ. അമ്മ വരൂന്ന്. മനസ്സിലായോ? എന്റെ ചാവടിയന്തരാ ഗംഭീരായിരിക്കണം കേട്ടോ. അമ്മ വരൂ. ആ വരൂ. ആ
ആ, 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 ആ. ഉം. ആ, ഉം. ആ, ശങ്കര, ഇവൻ എവിടെ പോയി? ആ. എടാ ശങ്കര, ആളുകൾ ഇരിക്കുമ്പോൾ വെളിയിലേക്ക് വരരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? കൃഷ്ണ, നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നെ വല്ലതും ചെയ്തടാ? ഏ? ആ. നിനക്ക് ഇഷ്ടല്ലെങ്കിൽ എന്റെ അടിയന്തരം വേണ്ട, നിന്റെ തന്നെ കഴിക്കാം. അതാദ്യം നടക്കട്ടെ. ആ, അശ്രീകരം ഒന്നും മിണ്ടാതിരിക്കുവോ? എടാ, ഇനി അമ്മയെ വെളിയിലേക്ക് കൊണ്ടുപോയി നിന്റെ എല്ലി ഞാൻ എടുക്കും, പറഞ്ഞേക്കാം. നീ ഒന്നും സംസാരിക്കണ്ട, ഒക്കെ ഞാൻ പറഞ്ഞോളാം. ഓ, നമുക്ക് മറ്റേ വീട്ടിലേക്ക് പോകാം. ഇവിടെ ഇരുന്ന് സംസാരിച്ച ഒന്നും ശരിയാവില്ല. ശരി. സത്യം പറഞ്ഞാൽ ഈ പൊതുകാര്യ പ്രവർത്തനങ്ങളിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ പറയാവോ? ഇതുവരെ തുനിഞ്ഞിറങ്ങിയിട്ടില്ലെന്ന് മാത്രം. ഇന്നു മുതൽ കൃഷ്ണൻ നായർ ഞങ്ങളുടെ നേതാവാണ്. നേതാവോ? അതിന് വേലപ്പൻ ധാരാളം മതിയാവും. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിലൊക്കെ എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? കൃഷ്ണൻ നായർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. നിങ്ങളെ ബഹുഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുക എന്നത് ഞങ്ങളുടെ കടമയാണ്. ബഹുഭൂരിപക്ഷമല്ല, വലിയ ഭൂരിപക്ഷം. മറ്റൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. പ്രശ്നമാണ്. അതിനെന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അതൊന്നും ഇവിടെ പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കൃഷ്ണൻ നായർ നമ്മുടെ സ്നേഹിതനാണ്, നമ്മുടെ സ്വന്തമാണ്. കൃഷ്ണൻ നായർ! സിന്ദാബാദ്! കൃഷ്ണൻ നായർ! സിന്ദാബാദ്! കൃഷ്ണൻ നായർ! സിന്ദാബാദ്! കൃഷ്ണൻ നായർ! സിന്ദാബാദ്! മാറി നിൽക്കണം അവിടുന്ന്. അയ്യോ, കൃഷ്ണൻ നായർ! കൃഷ്ണൻ നായർ! കൃഷ്ണൻ നായർ! നമസ്കാരം. ഞങ്ങൾ ഇലക്ഷന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. പറഞ്ഞോളൂ. ദാമുവിന്റെയും ഭാര്യയുടെയും വോട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൃഷ്ണനാർക്ക് കൊടുക്കണം. ആ നാറിക്കോ? ദാമു സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങളെ സ്ഥാനാർത്ഥിയെ നാറിന്നൊന്നും വിളിക്കരുത്. അവനെ അല്ല, അവന് വേണ്ടി വോട്ട് ചോദിക്കാമെന്ന് നിങ്ങളെ ഞാൻ നാറിന്ന് വിളിക്കും. അനാവശ്യം പറയരുത്. പറഞ്ഞാൽ എന്ന് പറഞ്ഞു. അതെങ്കിൽ രാഘവ, എന്താ നമ്മളുടെ ആ കൃഷ്ണൻ നായർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വന്നിരിക്കുക അവന്മാര്. നമുക്ക് പോകാം. നമുക്ക് നമ്മുടെ സംഘടനയുടെ അന്തസ് പാലിക്കണം. മേലാല തെണ്ടിയുടെ പേരും പറഞ്ഞിട്ട് പഠിക്കാത്ത കാലഘട്ടത്തിൽ നിന്നെ ഞങ്ങൾ പിന്നെ കണ്ടോളാം. പിന്നെ വേണ്ടടാ, ഇപ്പൊ കാണാം. തമിഴ ചുമ്മാ എല്ലാം അവന്റെ വേലയാ നമ്മളെ ഇവിടെ ഇറക്കി വിടാൻ. എനിക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന് അവന്റെയൊക്കെ വിചാരം. ദമ്മൂട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ? ഇത്രയും അടുത്ത് നീ പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, നമുക്ക് ഈ പുരയിടം തന്നെ വേണം. കൃഷ്ണൻ നായർ കുറെ പണം തരുവാണെങ്കിൽ നമുക്ക് വേറെ എവിടെങ്കിലും പോയി. നിർത്തടി. അതിനെപ്പറ്റി ഒരു കാര്യം നീ എന്നോട് പറഞ്ഞു പോരും. ദാമു, ദാമു, എടാ ദാമു, ഇതെന്റെ പുണ്ണാക്കെടുത്ത് പോകുന്നില്ലേ? ഓന്റെ ഒരു പോക്ക്. അനക്കെന്താ ശൈത്താനെ, ശരി കേട്ടൂടെ? നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ടെന്ന്. ആഹാ, അങ്ങനെ വെച്ചാൽ എന്റെ പാട്ടിന് പോടാ. ആഹാ, അപ്പോഴത്തേക്ക് ആളങ്ങ് ചൊടിച്ചല്ലോ. അന്റെ കൃഷ്ണൻ നായര് ഇലക്ഷനിൽ നിൽക്കുന്ന ബിവറേജ് അറിഞ്ഞോ? വോട്ടും ചോദിച്ച് വേലപ്പം വന്നപ്പോഴേ അവനെ ആറ്റി പറഞ്ഞയച്ചാ ഞാൻ. ഇലക്ഷനിൽ നിൽക്കുന്നതിന്റെ ഹിക്കുമത്ത് അങ്ക് കൂടി. എന്ത് ഹിക്കുമത്ത്?
ആ അങ്ങനെ ചോദിക്ക്. എലക്ഷനിൽ നിന്ന് ജയിച്ച് ഓൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. അന്ന് അപ്പൊ തന്നെ അന്റെ പുന്നാര മണ്ണിന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അതിനെ കൃഷ്ണൻ നായർ വേറെ ജനിച്ചു വരണം. വെറുതെ അളക്കിട്ട് എന്താ മോനെ ഇനിയെങ്കിലും ഒന്ന് ചരിതിച്ച് നടന്നു നീ. എത്തുന്നിടത്ത് എത്തട്ടെ. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമുക്കൊരു കുഞ്ഞില്ലേ? എനിക്ക് അമ്മയും അച്ഛനുമില്ല. എനിക്കുമില്ലല്ലോ. എനിക്കൊരു സമാധാനവുമില്ല. നിനക്ക് ഇങ്ങനൊക്കെ തോന്നാൻ എന്തുണ്ടായി? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ. അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. വല്ലതും പറ്റിയോ ദാമോട്ടാ? വണ്ടിയുടെ കയറ് പൊട്ടിയെന്നോ കാള വീണെന്നോ ഒക്കെ പിള്ളേർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ടു. വല്ലതും പറ്റിയോന്നറിയാൻ എന്നെ പറഞ്ഞു വിട്ടതാ. ആരോ കയറുറത്ത് വെച്ചിരുന്നു, ഇറക്കം ഇറങ്ങുമ്പോ അറ്റുപോയി. എന്റെ ഈശ്വര, ഇത് ആര് ചെയ്തു? ആരാ ചെയ്തതെന്ന് എനിക്കറിയാം.